ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അതിരപ്പള്ളി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എറണാകുളത്ത് നിന്നും അതിരപ്പള്ളി പോകുന്ന ഒരു കുട്ടി ട്രാവൽ ലോഗാണ്. ആക്ച്വലി കാക്കനാട് നിന്ന് അതിരപ്പള്ളി വന്നിട്ട് ഏകദേശം 60 കിലോമീറ്റർ ആണ്, അതായത് മാക്സിമം ഒരു 2 hours ഓഫ് ഡ്രൈവ്. അപ്പോൾ ഒരു കുട്ടി ട്രാവൽ ലോഗാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേവറേറ്റ് പരിപാടി തുടങ്ങാം, ഫുഡ് അടി. നോർമലി ഞാൻ ഗീ റോസ്റ്റ് ആണ് കഴിക്കാറുള്ളത്. ഈ വട്ടം ഒന്ന് വെറൈറ്റിക്ക് പൂരി കഴിച്ചു, നല്ലായിരുന്നു കേട്ടോ. ഒരു വെജ് ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ബൈ ദ ബൈ, ബാക്ക് ടു ദ പോയിന്റ്, നമുക്ക് ട്രിപ്പിലോട്ട് തിരിച്ചു പോകാം. നമ്മൾ ആദ്യം നേരെ പോയത് ഏഴാറ്റുമുഖമാണ്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആയിരുന്നു. പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഫുൾ എണ്ണപ്പനയായിരുന്നു, ചുറ്റും എണ്ണപ്പനയായിരുന്നു. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചാലക്കുടി റിവറും നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ റോഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള കുറച്ച് പശുമ്പന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഒന്ന് കുറച്ചു നേരം ഈ ഒരു റിവറിന്റെ അടുത്തൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ വഴി സാധാരണ ആനകളൊക്കെ ഉണ്ട്, ആനകളൊക്കെ ഇറങ്ങുന്ന സ്പോട്ടാണെന്ന്. അപ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ഇറങ്ങാം. ആനയൊക്കെ എവിടെ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. ഒരുപാട് ആനയൊന്നുമില്ല, പക്ഷെ എങ്കിലും ആനകൾ ഇവിടെ ഉണ്ട്. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു ബ്രിഡ്ജ് എത്തി. ഇതിന്റെ പേര് വന്നിട്ട് വെറ്റിലപ്പാറ ബ്രിഡ്ജ് എന്നാണ്. ആൻഡ് നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ചാലക്കുടി റിവർ. മഴ ആയതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിയൊക്കെയായിരുന്നു. ഞാനിവിടെ സമ്മർ സീസൺ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിന്റെ അടിയിൽ ഫുൾ ഇങ്ങനെ കുഞ്ഞു 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 പാറക്കല്ലാണ്. ആ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്തേക്കാം. പക്ഷെ ഇപ്പോൾ നല്ല നിറഞ്ഞൊഴുകി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ആതിരപ്പള്ളിയിലോട്ട് വിട്ടു. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്ക് കുറവായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അധികം തിരക്കില്ലായിരുന്നു, എങ്കിലും ആളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു. റോഡിലൊന്നും ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ റെയിൻകോട്ടൊക്കെ മേടിച്ച് സെറ്റായി പോവുകയാണ്. കാരണം മഴ പെയ്യുമെന്ന് എന്തായാലും ഉറപ്പാണ്. ആൻഡ് റെയിൻകോട്ട് വാങ്ങാൻ നേരത്തെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച റെയിൻകോട്ടിന് 100 രൂപയാണ് മേടിച്ചത്. പക്ഷെ ആ സെയിം റെയിൻകോട്ട് നമ്മൾ ആതിരപ്പള്ളി എത്തി വില ചോദിച്ചപ്പോൾ 30 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ റെയിൻകോട്ട് മേടിക്കാൻ നേരത്തൊക്കെ ആതിരപ്പള്ളി വന്ന് മേടിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നുള്ളൂ, വെറുതെ എന്തിനാ കാശ് കൊടുക്കുന്നേ. അങ്ങനെ മെയിൻ എൻട്രൻസിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഒരു 5 minutes വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്ക്. പിന്നെ രാവിലെ പ്രതീക്ഷിക്കാതെ തന്നെ നല്ല രീതിക്ക് കോടയൊക്കെ ഉണ്ടായിരുന്നു. 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയത്, എന്നിട്ടും നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കാട്, മല, കോട, വെള്ളം, വെള്ളച്ചാട്ടം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബീച്ചിനെക്കാളും ഒക്കെ കൂടുതൽ ഇഷ്ടം മൗണ്ടെയിൻസ് ആണ്. മൂന്നാറൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. മൗണ്ടെയിൻസ് ഒക്കെയാണ്. എനിക്ക് ബീച്ചിനോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ എങ്കിലും ഇഷ്ടമാണ്, പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്, ഈ കാണുന്നതാണ് ചാലക്കുടി റിവർ. ആൻഡ് ഈ കാണുന്ന ഈ ഒരു കുഞ്ഞു ഹട്ടിലായോ, ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി, അവരിങ്ങനെ എന്ത് ധൈര്യത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഒരു ഫാക്ട് എന്ന് വെച്ചാൽ 2018 വെള്ളപ്പൊക്കം വന്നിട്ട് കൂടിയും ഇതിന് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇത് അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. ആൻഡ് നമുക്ക് ഈ നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫുൾ വ്യൂ കാണാനായിട്ട് തൊട്ട് താഴെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ പ്രിക്കോഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് കറക്റ്റാണ് കേട്ടോ. അങ്ങോട്ട് താഴോട്ടുള്ള ഒരു പാത്ത് എന്ന് വെച്ചാൽ നല്ല കരിങ്കല്ലൊക്കെ കൊണ്ടുള്ളതാണ്. ആൻഡ് കുറച്ച് സ്റ്റീപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹാർട്ടിന് ഇഷ്യൂസ് ഉള്ളവർ, കാല് വയ്യാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇറങ്ങാൻ പിന്നെയും പറ്റും, പക്ഷെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മൾ താഴോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. ലൈക്ക് നല്ല കോട ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കോട ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഭയങ്കരമായിട്ട് വെള്ളമുണ്ട്. എക്സൈറ്റഡ്. കഴിഞ്ഞ വട്ടമൊക്കെ ഈ വഴി നടക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ലൈക്ക് വെയിലായിരുന്നു, ചൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ സെറ്റ് ക്ലൈമറ്റ്. വെള്ളാട്ട പോക്കരാ
അങ്ങനെ ഫൈനലി നമ്മൾ ആ സ്റ്റെപ്പെല്ലാം ഇറങ്ങി നടന്ന് താഴെ എത്തിയിട്ടോ. താഴെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സോൾ ഇങ്ങനെ ബോഡിയിൽ നിന്നൊക്കെ ഇറങ്ങി പോകുമെന്ന് അറിയത്തില്ല, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. കാരണം ഞാൻ പ്രതീക്ഷിച്ച പോലെ നല്ല രീതിക്ക് മഴ. ആൻഡ് ആതിരപ്പള്ളി ഓൾമോസ്റ്റ് വെള്ളം കവേർഡായിരുന്നു. ഇനിയും വരാനുണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് കവേർഡായിരുന്നു വെള്ളം കൊണ്ട്. ആൻഡ് ആ വെള്ളം വന്ന് നമ്മുടെ ഫേസിലോട്ടൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അധികം ദൂരോട്ട് പോകാൻ പറ്റത്തില്ല, അവരവിടെ റോപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രീതിക്ക് റെയിൻകോട്ട് ഉള്ളത് കാരണം ഡ്രസ്സൊന്നും നനഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ തലയൊക്കെ ഫുള്ള് നനഞ്ഞു. പക്ഷെ എന്തോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ മഴ നനയുന്നത്. കുറച്ച് നേരം മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം നനഞ്ഞത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വന്ന് വീഴുന്ന ആ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സില്ലേ, അത് തന്നെയായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു അവിടെ നിന്ന്. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ വെള്ളച്ചാട്ടം എൻജോയ് ചെയ്തത് ആതിരപ്പള്ളി വന്നതിന് ശേഷമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ, ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ കാണുന്ന ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ വാട്ടർഫോളിന് ഓപ്പോസിറ്റ് ഉള്ളതാണ്, അങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിങ്ങനെ നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഒരു കുട്ടി സീൻ പോലെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിക്ക് തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മുകളിൽ പോയി ആ ഒരു ടോപ്പ് വ്യൂ ഒന്നുകൂടെ കണ്ടിട്ട് കുറച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തട്ടിപ്പറിക്കാനായിട്ട് ഒരാളെ കിട്ടി, അവനും ഐസ്ക്രീം കൊടുത്തു. ഐസ്ക്രീം അല്ല, താഴത്തുള്ള ഒരു കോണുണ്ടല്ലോ, അത് പാവലെന്ന് വിചാരിച്ച് കൊടുത്തു. അങ്ങനെ തിരിച്ച് നടക്കുകയാണ്. ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു ട്രിപ്പ് ഇവിടെ വെച്ച് തീർന്നു എന്നാണ്, പക്ഷെ അല്ല. ഇതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാമേ. ആദ്യം ഇവർ പിന്നെ ഇങ്ങനെയുള്ള ഫോറസ്റ്റിൽ പോയാൽ എപ്പോഴും എവിടെയും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഇങ്ങനെ എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവരെ പേടിക്കണം, നമ്മുടെ കയ്യിൽ എന്തിരുന്നാലും അതെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പിന്നെ കുറച്ച് നേരം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ആതിരപ്പള്ളിയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ദൂരത്ത് നിന്നിട്ടൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കാണ് ഈ ഒരു ആശാനെ കണ്ടത്. ഇത് വേറെ ആരുമല്ല, മലയണ്ണാനാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ക്ലോസ് റേഞ്ചിൽ മലയണ്ണാനെ കാണുന്നത്. അവിടെ നിന്ന് എന്തൊക്കെയോ ബഹളം കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാട്ടാനെങ്കിലും കാണണമെന്ന്. എനിക്ക് ഉറപ്പില്ലായിരുന്നു കാണുമെന്ന്, കാരണം ആതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ റൂട്ട് കാട്ടാന ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ആതിരപ്പള്ളി വരെ പോകുന്ന വഴിക്ക് കാട്ടാന ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഈ കാര്യത്തിലൊക്കെ ഞാൻ ഗോഡ്സ് ഫേവറേറ്റ് ചൈൽഡ് ആണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്യാമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ അതിനെ കണ്ടപ്പോൾ സത്യമായിട്ടും ഞെട്ടി. കാരണം ഈ ഒരു ഏരിയയിൽ കാട്ടാന ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. പിന്നെ ആസ് യൂഷ്വൽ എനിക്ക് ദൂരെ നിന്ന് ആനയെ കാണാനേ ഇഷ്ടമുള്ളൂ, അടുത്ത് പോകാനായിട്ട് ഇഷ്ടമല്ല. അത് മാത്രമല്ല കാട്ടാനയാണത്, നാട്ടാനയല്ല. അപ്പം അടുത്ത് പോയാൽ വിവരം അറിയും. പക്ഷെ ഇവിടെ ഒത്തിരി പേര് വണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിർത്തിയിട്ട്, അതായത് എപ്പോൾ വേണം എടുത്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിൽ നിർത്തിയിട്ട് അതിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്തല്ല കേട്ടോ, ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഈ വീഡിയോ ഫുൾ കാണുന്ന നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ എൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത്യാവശ്യം ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നു. ഇത് ഞാൻ സൂം ചെയ്തെടുത്ത വീഡിയോസാണ്. ആദ്യം വിചാരിച്ചത് ഇവനാണ് ഏഴാറ്റുമുഖം ഗണപതി എന്നാണ്, പക്ഷെ അല്ല. അവൻ്റെ പേര് ഇതല്ല, വേറെ ആരോ ആണെന്നാണ് അവിടെയുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പേര് മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആ പേര് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എനിക്കതൊരു ഗുഡ് ഇൻഫോ ആയിരിക്കും ഉറപ്പായും. ആൻഡ് പിന്നെ ഈ വഴി പോകാൻ നേരത്ത് ഓഫ് കോഴ്സ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ സേഫായിട്ടും കെയർഫുള്ളായിട്ടൊക്കെ പോവുക. കാരണം ഇതൊക്കെ എപ്പോൾ വേണോ റോഡിൻ്റെ നടുക്കും വന്ന് നിൽക്കാം, ഒന്നും ചെയ്യത്തില്ലായിരിക്കും. പക്ഷെ നമ്മളൊരു പ്രിക്കോഷനോടി പോകുന്നതായിരിക്കും ബെറ്റർ എന്നും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുട്ടി ട്രാവൽ വ്ലോഗ്. ആൻഡ് ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അതനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വേർഷനായിട്ട് വരും. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ ഒരു ലോഡ് മെമ്മറീസുമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആൻഡ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.